ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. പുതിയ പാഠപുസ്തകമാണ്. 8ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 3ാമത്തെ യൂണിറ്റ് ഗുൽത്തെ നസാരെ എന്ന് പറയുന്ന പാഠത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ജബ് ഹം ധീരെ ചൽത്തെ ഹെ യാത്രാ വിവരണമാണ്. അതിലെ ഒരു പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് ആണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജബ് ഹം ധീരെ ചൽത്തെ ഹെ ക്വസ്റ്റൻ ആൻസേഴ്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കാണുക. അത് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗുൽത്തെ നസാരെ യൂണിറ്റ് 3 ജബ് ഹം ധീരെ ചൽത്തെ ഹെ എന്നുള്ളതാണ് പാഠത്തിൻ്റെ പേര്, ചാപ്റ്ററിൻ്റെ പേര്. ആകെ എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടുത്തിരിക്കുന്നത് ഘടനാവുംക്കു ക്രമബദ്ധ കരയാണ്. നമുക്ക് തന്നിരിക്കുന്ന 7 പോയിന്റ്സ് ഉണ്ട്. ഈ 7 പോയിന്റ്സിന് ഓർഡറിലേക്ക് എടുത്ത് എഴുതിയാൽ മാത്രം മതി. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല, ആൻസർ മാത്രം വായിക്കാം. ആദ്യത്തെ മെട്രോ മെയിൽ ലേഖക് കി മുലാഖാത്ത് ലുവാന സെ ഹോന, അതാണ് ആദ്യം എഴുതേണ്ടത്. രണ്ടാമത് എഴുതേണ്ടത് ഫിയാക്കു കി സാത്ത് യാത്ര കി ശുരുവാത്ത് ഹോന, സെക്കൻഡ് എഴുതേണ്ടത്. തേർഡ് പോയിന്റ് നദി കെ പാസ് ഫിയാക്കു കാ റുക് ജാന. ഫോർത്ത് പോയിന്റ് ക്രിസ്റ്റീന കാ ഫിയാക്കു കോ ബാലിയ ദിക്കാന. നെക്സ്റ്റ് അഞ്ചാമത് എഴുതേണ്ടത് ഗേറ്റ് മീൻ ജാക്കർ കാതരീന കോ ഗാന. 6 ബാൽക്കണി पर गड़ी महिला के लिए मैदयो का परफॉर्म करना. മാറ്റിയോ എന്നാണോ മൈദയോ എന്നാണോ എന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താണോ പ്രൊനൗൺസ് ചെയ്യണത് അത് വായിക്കുക കേട്ടോ. 7ാമത്തെ ലേഖക് കെ പേട് കാ ചിത്ര ഖീഞ്ച്നെ കാ പ്രയാസ് കർണ. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഇങ്ങനെ തന്നെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് പഠയം പറഞ്ഞിട്ട് നമുക്ക് ഒരു പാരഗ്രാഫ് വായിക്കാൻ തന്നിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അത് നിങ്ങൾ വായിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഉസ് ദിൻ കെ അപ്നെ പെർഫോമൻസ് കെ ബാരെ മേ കാതരീന അപ്നി ഡയറി മേ ലിഖ്തി ഹെ. കാതരീന കെ ഈ ഡയറി ലിഖിയപ്പോൾ അന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് കാതരീന അവളുടെ ഡയറിയിൽ എഴുതുകയാണ്. അന്നത്തെ അവളുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡയറി നോക്കാം. ഒരു ഡയറി എഴുതുമ്പോൾ എപ്പോഴും നിങ്ങളൊരു ഡേറ്റും അതുപോലെ ഡേയും കൊടുക്കുക. 3 സിതംബർ 2025 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോമവാർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആജ് കാ ദിൻ ബഹുത് ഖാസ് और यादगार था. हमारा पिछला परफॉर्मेंस अच्छा नहीं हुआ था. ഇന്നത്തെ ദിവസം വളരെ മെമ്മറബിൾ ആണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മുൻപ് ഉണ്ടായിരുന്ന പിछला പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല. इसलिए हम सब दौड़ा तनाव में थे लेकिन आज सब कुछ बदल गया. മുൻപ് ചെയ്ത പെർഫോമൻസ് അത്ര നല്ലതല്ലായിരുന്നു. ഇത്തിരി തൊട്ട് മുമ്പ് ചെയ്ത പെർഫോമൻസ്. പക്ഷെ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. ഇന്നെല്ലാം മാറ്റം വന്നു. जैसे ही कुर्दिस्तान के आशिद और ईरान के मेहंदी ने अपने साज पर गाना शुरू किया. हम सब उनके आसपास नाचने लगा. अचानक ऐसा लगा जैसे हम सभी किसी उद्देश्य धागे से അവിടെ ഉള്ളത് കാണുന്നില്ല അല്ലേ, ലാസ്റ്റ് ഉള്ളത്. ഒരു മിനിറ്റ്, അത് ഞാൻ എഴുതി തരാം. അവിടെ ഉള്ളത് അവിടെ വരേണ്ടത് ഉദ്ദേശ് ധാഗെ സെ ബന്ദ് ഗയേ ഹോ ആണ് കേട്ടോ. ധാഗെ സെ ഇവിടെ ബന്ധാണ്. ഇതായാണ് വരിക. ബന്ദ് ഗയേ ഹോ ആണ് കേട്ടോ. ബന്ദ് ഗയേ ഹോ. ഹർ കോയി മിൽക്കർ ഖുഷി സെ झूम रहा था. जैसे ही मैंने गाना शुरू किया लगा कि हम जैतून की पत्तियों के बीच सरसराते हुए उड़ रहे हैं. ये अनुभव बहुत ही जादुई और आनंदमय था. ऐसा लगा कि हमारी कला ने सभी को एक सूत्र में बांध दिया. आज की ये प्रस्तुति ने केवल दर्शकों के लिए बल्कि हमारे लिए भी बहुत खास रही. इस पल को मैं हमेशा याद रखूंगी.
നിങ്ങൾക്ക് ഡയറിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എഴുതാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. അടുത്തത് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം ഒരു കോൺവെർസേഷൻ എഴുതണം, ഒരു ബാത്ചീത്ത് ഉണ്ട്, ഒരു ടിപ്പണി ഉണ്ട്, ഒരു ലേഖനം എഴുതണം. അപ്പം നമുക്ക് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ एक महिला ने अपनी बालकनी पर आकर कहा कि वे चल नहीं सकती है इसलिए नहीं आ पाएगी. ये सुनकर मैदियो ने वही गड़े होकर उनके लिए परफॉर्म किया. ഒരു ലേഡി ബാൽക്കണിയിൽ വന്നെന്ന് പറഞ്ഞു, അവർക്ക് നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ മൈദയോ അവിടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം മൈദയോൻ്റെയും അതുപോലെ തന്നെ ഈ ലേഡീൻ്റെ ഇടയ്ക്കുള്ള കോൺവെർസേഷൻ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്കത് നോക്കാം. महिला नमस्ते, मुझे बहुत खेद है, मैं नीचे आ रहे नहीं सकती इसलिए मैं परफॉर्मेंस देखते नहीं आ पाई. അപ്പം മൈദയോ പറയും എനിക്ക് പെർഫോമൻസ് കാണാൻ വരാൻ പറ്റിയില്ല, വയ്യാതുകൊണ്ടെന്ന് പറയും. മൈദയോ പറയും കോയി ബാത് നെഹി, ആപ് ചാഹെ ജഹാ സേ ബി ദേക്കെ മേ വഹി ആപ്കെ ലിയെ പെർഫോം കറൂങ്ക. കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ തന്നെ പെർഫോം ചെയ്യാം. മഹിള പറയും അരേ യെ ബഹുത് അച്ഛാ ഹേ, ധന്യവാദ്. ഓ, വളരെ നല്ല കാര്യമാണ്, താങ്ക് യു. മൈദയോ പറയും ആപ്കെ ലിയെ മേ പൂരി കോഷിഷ് കറൂങ്ക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫുൾ ട്രൈ ചെയ്യാം. മഹിള ആപ്ക സംഗീത് ഓർ പ്രദർശൻ സച്ച് മേ ബഹുത് സുന്ദർ ഹേ, നിങ്ങളുടെ സംഗീതവും നിങ്ങളുടെ പെർഫോമൻസും ശരിക്കും നല്ലതാണ്, സുന്ദറാണ് എന്ന് പറയും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് जो चीज़ मुझे पसंद है मुझे वही करते रहना चाहिए, इस कथन पर आपका विचार क्या है, टिप्पणी लिखिए. ഓക്കെ, എന്താണോ എനിക്കിഷ്ടം അത് ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈൻ, ഈ ലൈനിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദ്യം. ലേഖക കാ കഥൻ ജോ ചീസ് മുझे പസന്ദ് ഹേ, എന്താണോ എനിക്ക് ഇഷ്ടം, മുझे വഹി കർത്ത രഹനാ ചാഹിയെ, എനിക്ക് അത് ചെയ്തിട്ട് പോവാനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അല്ലേ. बहुत महत्वपूर्ण और प्रेरणादायक है. इसका मतलब है कि हमें वही काम करना चाहिए जो हमें खुशी दे और जिसमें हमारा दिल लगे. നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക അല്ലേ. നമുക്ക് ഏത് ജോലി ചെയ്യാനാണ് ഇഷ്ടം, എന്തിലാണോ നമുക്ക് ഹാപ്പിനെസ് തരുന്നത് അത് ഫുള്ളായിട്ട് മനസ്സ് കൊടുത്ത് നമ്മൾ ചെയ്യുക. ജബ് ഹം അപ്നെ പസന്ദ് കെ കാം में मन लगाकर मेहनत करते हैं तो सफलता और संतोष दोनों मिलते हैं. നമുക്ക് ഇഷ്ടമുള്ള ജോലി നമ്മൾ ഫുൾ മൈൻഡായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ റിസൾട്ടും കിട്ടും, സന്തോഷവും കിട്ടും. दूसरों की अपेक्षाओं या दबाव के अनुसार काम करने से हमें आनंद नहीं मिलता. മറ്റുള്ളവർക്ക് വേണ്ടിയോ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ ഒരു കാര്യം ചെയ്താൽ നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് കിട്ടില്ല. लेखक ने यात्रा में यह अनुभव किया कि जब लोग अपने दिल की पसंद की कला करते हैं और उसे दूसरों के साथ साझा करते हैं तो दुनिया और भी सुंदर बनती है. ഓക്കെ, അപ്പോൾ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യം, അത് കലയായിക്കോട്ടെ, ആർട്ട് ഫോം അല്ലേ, ഡാൻസോ പാട്ടോ എന്തോ ആയിക്കോട്ടെ, അത് മറ്റുള്ളവരെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഭംഗിയുള്ളതായി മാറുന്നു അല്ലേ. അതാണ് ഇതിൻ്റെ ഇന്നർ മീനിങ് വരുന്നത്. നെക്സ്റ്റ്, പ്രകൃതി और कला के बीच अभिन्न संबंध है, इस विषय पर लेख तैयार करें. പ്രകൃതിയും കലയും അല്ലേ, പ്രകൃതിയും അതുപോലെ തന്നെ കല പറഞ്ഞ ഡാൻസ് പാട്ട് അതൊക്കെ ആയിട്ട് ആർട്ട് ഫോംസ് ആണ്, അതും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഇതിനെക്കുറിച്ചൊരു ലേഖനമാണ്. അപ്പം നമുക്ക് നോക്കാം. പ്രകൃതി और कला का संबंध बहुत गहरा है, അവിടെ വെട്ടിയിരിക്കുകയാണ്, ഗഹരാ ഹേ എന്ന് മതി. प्रकृति हमें रंग, रूप और प्रेरणा देती है. कलाकार अपने चित्रों, संगीत, नृत्य और मूर्तियों के माध्यम से प्रकृति की सुंदरता को वर्णन करता है. पेड़ पौधे, नदी, झरने, फूल, पत्तियाँ, सूरज और चांद, ये सभी कलाकारों के लिए प्रेरणा देती है. उदाहरण के लिए जब लेखक ने जब हम धीरे चलते हैं में जैतून के पेड़ और फियाकों को देखा तो उसने उन्हें अपने चित्र में उतारा. बारिश, पत्तियाँ और वातावरण ने उस कला को और भी जीवंत और जादुई बना दिया. कला हमें प्रकृति से जोड़ती है और उसके महत्व को समझने में मदद करती है.
कलाकार जब अपने अनुभवों को चित्र, संगीत या नृत्य में व्यक्त करता है तो वह प्रकृति की सुंदरता और उसके संदेश को लोगों तक पहुंचाता है. എന്താ പറയണത്? ആദ്യം പറയണത് നമ്മൾ മരങ്ങളായിക്കോട്ടെ, ഇലകളായിക്കോട്ടെ, നദികൾ, കുളങ്ങൾ, അതുപോലെ ചെടികൾ, പൂക്കൾ, സൂര്യൻ, ചന്ദ്രൻ, ഇതെല്ലാം നമ്മളൊരു കലാകാരന്മാർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അവരൊരു ഉദാഹരണം പറയുന്നുണ്ട്. ജബ് ഹം ധീരെ ചലത്തെ ഹേൽ ജൈതൂൻ കെ പേടിനെ കുറിച്ചിട്ട്. അത് और ഫിയാക്കോ को देखा तो उसने उन्हें ഫിയാക്കോനെ അതുപോലെ ആ മരത്തിനെയും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അറിയുന്ന സമയത്ത് ഇയാൾ ആ ചിത്രം വരയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു കാരണമാണ്. ആ ഒരു ഇൻസ്പിറേഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടാണ് അയാളത് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ മഴ, നമ്മുടെ ചുറ്റുപാടുകൾ, ഇതെല്ലാം കല എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ജീവൻ നൽകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ കലയും പ്രകൃതിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ ഈ പ്രകൃതിയിൽ നിന്നുള്ള കാര്യങ്ങളിൽ ഇൻസ്പയർ ആയിട്ടാണ് കലാകാരന്മാർ പലതും എഴുതുന്നതും വരയ്ക്കുന്നതും എല്ലാം. ഉസ്കെ മഹത്വ കോ സമജ്നെ മേ മദദ് കർത്തി ഹൈ. അതുപോലെ തന്നെ കലാകാരന്മാർ അവരുടെ അനുഭവങ്ങൾ ചിത്രത്തിലൂടെയും സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും ഒക്കെയാണ് പ്രകടിപ്പിക്കുന്നത്. തോ അവ പ്രകൃതിക്ക് സുന്ദരത और उसके സന്ദേശ് കോ, അതേപോലെ തന്നെ പ്രകൃതിയുടെ ഭംഗിയും അതിൻ്റെ സന്ദേശവും, പ്രകൃതി തരുന്ന സന്ദേശവും ഒക്കെ കലാരൂപങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? കലാകാരന്മാർ നമുക്ക് മുന്നിൽ, ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നു, ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മീനിങ്സ് വരുന്നത്. ഇനി നമുക്കുള്ളത് അപ്നി കിസി ഏക് യാത്രാക്ക വിവരൺ തയ്യാർ കരയാണ്. നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു യാത്രയുടെ വിവരണം എഴുതാനാണ്. ഞാനിവിടെ ചെറിയൊരു യാത്രാ വിവരണം കൊടുത്തിട്ടുണ്ട്, ഒരു ഷിംല യാത്രയുടെ. നിങ്ങൾക്ക് ഇതന്നെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. ये मेरी सबसे यादगार यात्रा थी जब मैं अपने परिवार के साथ शिमला गया था. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വരെയാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഷിംലയിൽ പോയതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഫാമിലിയുടെ കൂടെ. हमने दिल्ली से ट्रेन से यात्रा शुरू की. ഡൽഹിയിൽ നിന്ന് ട്രെയിനിലാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. रास्ते में हरे भरे खेत और पहाड़ देखकर मैं बहुत खुश था. വഴിയിലൊക്കെ വളരെ ഹരിതാപമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും അതുപോലെ മലകളും എല്ലാം കണ്ട് ഭയങ്കര ഹാപ്പിയായി ഞാൻ. शिमला पहुंचने पर वहाँ की ठंडी हवा और शांत वातावरण ने मन को सुकून दिया. ഷിംലയിൽ പോയപ്പോൾ അവിടുത്തെ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ എൻ്റെ മനസ്സിനെ ഒരുപാട് ഹാപ്പിനെസ് തന്നു. हमने माल रोड पर സൈർ കി. ഈ ജഹാം എന്ന് പറയണതൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രക്കലയും കുത്തുമാണ് കേട്ടോ. ഇവിടെ ചന്ദ്രക്കലയും കുത്തുമാണ്, ഇതും ചന്ദ്രക്കലയും കുത്തുമാണ്. ഇത് കുത്തു മാത്രമേ ഉള്ളൂ. ജഹാം കൈ ദുക്കാനെ ഓർ റിസോർട്ടേം ദേക്ക. അവിടെ കുറേ റിസോർട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു, കടകളും. ഹംനെ ജാഗു മന്ദിർ കെ ദർശൻ കിയ. അവിടെ ഒരു അമ്പലത്തിൽ ദർശനം ചെയ്തു. ജോ ഹനുമാൻ ജി കോ സമർപ്പിത് ഹൈ ഓർ ഏക് ഊഞ്ചി പഹാഡി പർ സ്ഥിത് ഹൈ. അവിടെ ഹനുമാനാണ് പ്രതിഷ്ഠ, വലിയൊരു മലയുടെ മേലെയാണ് അമ്പലം. അവിടെ പോയി തൊഴുതു. വഹാ സെ ഷിംല കാ പൂരാ ദൃശ്യ ബഹുതി സുന്ദർ ലഗ് രഹാ താ. ആ മലയുടെ മേലെ നോക്കുമ്പോൾ ഷിംലയുടെ ഫുൾ വ്യൂ കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരുന്നു, ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഹംനെ കുഫറി കി ബി യാത്ര കി ജഹാ ഹംനെ ഗുഡ് സവാരി ഓർ യാക് കി സവാരി കാ ആനന്ദ് കിയ. അപ്പോൾ യാക്കിൻ്റെ പുറത്തൊക്കെ കയറിയിട്ട് അവിടെ സവാരിയൊക്കെ ചെയ്തു. ഇസ് യാത്ര കെ ദൗറാൻ മേനെ പ്രകൃതി കി സുന്ദരത കോ ഖരീബ് സെ മെഹസൂസ് കിയ. പ്രകൃതിയുടെ ഭംഗി ഞാൻ ഒരുപാട് അനുഭവിച്ചു ഈ യാത്രയിലൂടെ. ഓർ അപ്നെ പരിവാർ കെ സാത്ത് യാദ്ഗാർ പൽ ബിതായ. അതുപോലെ തന്നെ ഫാമിലിയുടെ കൂടെയുള്ള മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ്. ഈ യാത്ര മുझे ഹമേഷ യാദ് രഹേഗി. ഈ യാത്ര എന്നും എനിക്ക് ഓർമ്മയിലുണ്ടാവും. അപ്പം ഇതാണ് ഞാൻ എഴുതിയ യാത്രാ വിവരണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളത് എഴുതാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകൾ. ക്ലാസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.